ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിക്കുകയും അവരെ സേവിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത അനേക സമർപ്പിത ജീവിതങ്ങളെയാണ് നാം മർത്ത ആൻഡ് മേരിയിലൂടെ പരിചയപ്പെട്ടത്. അതുപോലെ തന്നെ ഇന്ന് ഈ എപ്പിസോഡിലും നമുക്ക് പുതിയൊരു വിശിഷ്ട അതിഥിയുണ്ട്. ആദ്യമായി തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഈ മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്ത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ പ്രകടനമായി നിലകൊള്ളുന്ന ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെന്റർ. ഇവിടെ മാനസികാരോഗ്യ വിഭാഗത്തിൻ്റെ മേധാവിയായി സേവനം ചെയ്യുന്ന തിരുഹൃദയ സന്യാസിനി ഡോക്ടർ സിസ്റ്റർ ആനി സിറിയക്കിൻ്റെ ദൈവവിളിയെക്കുറിച്ചും ദൈവവിളിയിലേക്കു നയിച്ച കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയത്. ഇന്ന് ഡോക്ടർ സിസ്റ്റർ ആനി സിറിയക്കിൻ്റെ ചികിത്സാ മേഖലയെക്കുറിച്ച് കൂടുതലായി നമുക്ക് മനസ്സിലാക്കാം. കുറേ കാലങ്ങളായിട്ട് ഈ സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ സേവനം ചെയ്യുകയാണല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് ഇത് വേണ്ടായിരുന്നു, വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്താൽ മതി എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. എത്ര മടുത്താലും എനിക്ക് വളരെയേറെ സന്തോഷമാണ് ഈ രോഗികൾക്ക് വേണ്ടി ജോലി ചെയ്യുക. അപ്പോൾ എന്തോ ഒരു ശക്തി എനിക്ക് കിട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ വലിയ ശക്തി. ഞാൻ ചിന്തിക്കുന്നത് ഞാനല്ല ചെയ്യുന്നത്, ദൈവം തന്നെയാണ്. എനിക്ക് നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ എപ്പോഴും എത്ര പ്രശ്നം പിടിച്ച പേഷ്യൻ്റാണ് വരുന്നതെങ്കിലും തമ്പുരാൻ നേരത്തെ ചെന്ന് അവരെ അങ്ങ് ശാന്തമാക്കിയിട്ടുണ്ട്. ഒപ്പം എനിക്ക് ജോലിയിൽ ഞാൻ ഇന്ന് ഭയങ്കര സംതൃപ്തിയാണ്. എനിക്ക് ഒരിക്കലും ഇനി ഒരു സ്പെഷ്യാലിറ്റി എടുക്കാൻ ഇപ്പം ചോദിച്ചാൽ ഞാൻ തീർച്ചയായും സൈക്കാട്രി തന്നെ എടുക്കണം. സിസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ, പല റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിലും കൗൺസിലിംഗ് സെൻറ്റേഴ്സിലും എല്ലാം സേവനം ചെയ്യാൻ പോകുന്നുണ്ട് എന്ന്. ഇതിനിടയ്ക്ക് എപ്പോഴാണ് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നത്? പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നതിനെ പറ്റി ചോദിച്ചാൽ പ്രഭാതത്തിലെ തന്നെ ഞാൻ ദിവ്യബലിയിൽ എന്നെ തന്നെ സമർപ്പിക്കും. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കൂടാതെ ദീപബലിക്ക് ശേഷം 1 മണിക്കൂർ ദീപികാരുണ്യ സന്നിധിയിലിരുന്ന് എല്ലാവർക്കുമായി പ്രാർത്ഥിക്കും. അതിനുശേഷം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിതം ആരംഭിക്കുകയാണ്. അത് പ്രാർത്ഥന കഴിഞ്ഞു ജോലിയിലേക്ക് പോകുന്നതിലപ്പുറം ഈശോയുടെ കൂടെ പോകുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ഡോക്ടർ ആനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഏറെ വർഷങ്ങളായി ഡോക്ടർ ആനിയെ പരിചയപ്പെട്ട് ഡോക്ടർ ആനിയുടെ കൂടെ താമസിക്കുകയും കൂടെ പഠിക്കുകയും കൂടെ ഭക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അങ്ങേയറ്റം ഒരു തിരുഹൃദയ സിസ്റ്റർ എന്ന നിലയിൽ അങ്ങേയറ്റം പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ ഒരു വ്യക്തിയാണ്. ആഴമായ പ്രാർത്ഥനാ ചൈതന്യം. സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയാണ് സിസ്റ്ററിനെ ഇത്തരത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ഭംഗിയായി പ്രശോഭിക്കുവാനുള്ള വലിയ ദൈവകൃപ സിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധാത്മ നിറവിലാണ് സിസ്റ്ററിൻ്റെ ഓരോ ശുശ്രൂഷയും. ഓരോ രോഗിയും കടന്നു വരുമ്പോൾ ആ രോഗിയിൽ ഈശോയുടെ മുഖം ദർശിക്കുവാനും ഈശോയെ പരിചരിക്കുന്നത് പോലെ പരിചരിക്കുവാനും അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ വേദനകളിൽ, അവരുടെ ദുഃഖങ്ങളിലെല്ലാം അവരോട് ചേർന്ന് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലൊരാളെ പോലെ ആയിത്തീരുവാനും അവർക്ക് സാന്ത്വനവും സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുവാൻ ഡോക്ടർ ആനിക്ക് 100% സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ അഭിമാനിക്കാവുന്ന ഒരു വലിയ സത്യമാണ്.
രോഗിയെ റൗണ്ട്സിന് എടുക്കാനൊക്കെ പോകുമ്പം എൻ്റെ മനസ്സിൽ 83-ൽ കിട്ടിയ ഒരു ഐഡിയ ഉണ്ട്. രോഗികളുടെ കിടക്ക എന്ന് പറയുന്നത് ബലി വേദിയാണെന്നും രോഗികൾ ബലിവസ്തുവാണെന്നും ഞാൻ ഡോക്ടർ എന്ന നിലയിൽ ഒരു ബലിയർപ്പകയാണ് എന്നുള്ളതായ ആഴമായ ബോധ്യത്തോടു കൂടി ഞാൻ ഓരോ കിടപ്പ് രോഗികളുടെ അടുത്ത് പോകുമ്പോഴും എനിക്ക് ദൈവികമായ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈശോ നടന്ന് നീങ്ങിയതുപോലെ എൻ്റെ റൗണ്ട്സിനിടയിലും ഞാൻ രോഗികളെ സ്നേഹിക്കുകയും ഓരോ സ്പർശനത്താൽ അവർക്ക് ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ OPയിൽ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടിങ്ങിൽ ഇരിക്കുമ്പോൾ ഓരോ രോഗിയും എൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് എന്താണ് മരുന്ന് നിശ്ചയിക്കേണ്ടതെന്ന് കർത്താവിനോട് ആലോചന ചോദിക്കും. അപ്പോൾ കർത്താവ് തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശം തരുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ അവരിറങ്ങിപ്പോകുമ്പോഴും പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രഭാതത്തിലെ ദിവ്യബലിയിൽ നിന്ന് കിട്ടുന്ന ആ ശക്തിയോട് ചേർത്ത് ഞാൻ നടക്കുന്നത് കൊണ്ട് നിരന്തരമായ ഒരു പ്രാർത്ഥനാ അനുഭവം തന്നെ ആണ് എനിക്കുണ്ടാകുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഓരോ നിമിഷവും ഞാൻ രോഗിയെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ എനിക്ക് കർത്താവ് തരാറുണ്ട്. അതുപോലെ പുറത്ത് രോഗികൾ വന്നിരിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഭാവങ്ങൾ പോലും ദുഃഖങ്ങളൊക്കെ സ്വന്തമായി കർത്താവ് ഒരു അനുഭവമാക്കി തരാറുണ്ട്. അപ്പം അങ്ങനെ പല സംഗതികളും വെളിപ്പെടുത്തി കിട്ടാത്ത അവസ്ഥകളിൽ പോലും കർത്താവ് അത് വെളിപ്പെടുത്തി തരികയും അവരോട് കൂടെ നടക്കാനും ഒക്കെ കൃപ തരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു നിരന്തരമായ ഒരു പ്രാർത്ഥന, കാരണം വേദനിക്കുന്ന മക്കളെയാണ് കാണുന്നത്, കരയുന്നവരാണ് എപ്പോഴും. അപ്പം ഇങ്ങനെ തകർന്നും തരിപ്പണമായ ഒരു രോഗി ഒരു വീട്ടിലൊരു ഏക മകന് ഉണ്ടാകുക. അപ്പോൾ ആ ഏക മകന് ഉണ്ടാകുന്ന രോഗത്തെ ആ കുടുംബത്തെ മുഴുവൻ തകർന്ന് തരിപ്പണത്തിലാക്കും. തീരാ ദുഃഖത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ ആ ദുഃഖമുള്ളവരുടെ മനസ്സ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിരന്തരമായി ഒരു പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുകയില്ലാത്തൊരവസ്ഥയിലേക്കാണ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിന് ദൈവം ശക്തി തരുന്നുണ്ട്, കൂടെ നടക്കുന്ന അനുഭവമുണ്ട്. പരിശുദ്ധ അമ്മ കൂടെ നടന്ന് പറയുന്നു, നീ അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നുള്ള അനുഭവം എനിക്കുണ്ടാകാറുണ്ട്. ഡോക്ടർ എല്ലാവരോടും സമയപൂർവ്വമാണ് പെരുമാറുന്ന ഡോക്ടർ. എല്ലാവരെയും ഇഷ്ടമാണ് ഡോക്ടർ. ചികിത്സിക്കുന്ന എല്ലാ രോഗികളോടും ഡോക്ടർ വളരെ സ്നേഹപൂർവ്വമാണ് പെരുമാറുന്നത്. ഡോക്ടർ ഇവിടെ പിടിച്ചു കെട്ടിക്കൊണ്ടിരുന്നവരുണ്ട്. അതുപോലെ തന്നെ മദ്യം നിർത്താൻ വരുന്നവരുണ്ട്, കള്ളുകൂടി നിർത്താൻ വരുന്നവരുണ്ട്. അതുപോലെ കുടുംബത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ലാതെ വഴക്ക് മൂടും, അങ്ങനെ വിഷമിച്ച് വരുന്നവരുണ്ട്. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളാണ് വരുന്ന എല്ലാവരും തന്നെ ഇവിടുന്ന് സുഖപ്പെട്ടു പോവുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഒത്തിരി മദ്യപാനികളെ ഡോക്ടർ മദ്യപിച്ച് കുടുംബം തകർന്ന തരിപ്പണമായ ഒത്തിരി ഈ കുടുംബങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് ഇവിടുന്ന്. അതുപോലെ തന്നെ എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ രോഗികൾക്കും തന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടിരുന്ന രോഗികൾ തന്നെ 2-3 ദിവസം കൊണ്ട് ഭേദമായി പോകാറുണ്ട് ഇവിടുന്ന്. പോരാഞ്ഞിട്ട് എല്ലാവരോടും സ്നേഹമായിട്ട് ഡോക്ടർ പെരുമാറുന്ന, ആരോടും ഇതുവരെ ദേഷ്യപ്പെട്ട് കേട്ടിട്ടില്ല ഇത്രയും നാളായിട്ടും. ഡോക്ടർ ഏത് സമയത്ത് ഡോക്ടറെ വിളിച്ചാലും ഡോക്ടർ പിന്നെ രാത്രിയെന്നോ പകലെന്നോ ഒരു വിശ്രമമില്ലാതെ 1 മിനിറ്റ് പോലും വിശ്രമിക്കാതെ ഡോക്ടർ ജോലി ചെയ്യുന്നുണ്ട്. ഡോക്ടർ സാധാരണ 3 മണി വരെയാണ്, 9 മണി തൊട്ട് കൺസൾട്ടിങ്. ചിലപ്പോൾ ഡോക്ടർ 5 മണിയാവും അവിടുന്ന് പോരുമ്പോൾ. അതുപോലെ രോഗികൾ ഡോക്ടറെ കാണാൻ വരാറുണ്ട്. നമുക്കറിയാം, അബ്നോർമലായിട്ടുള്ള ആൾക്കാരെ കുടുംബാംഗങ്ങളുടെ വളരെ വിഷമത്തോടു കൂടിയാണ് സിസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടിരുന്നത്. പിന്നെ അവരെ ചികിത്സിച്ച് അവരെ ഭേദപ്പെടുത്തി തിരിച്ച് വീട്ടിലേക്ക് അയക്കുമ്പം അവർക്കുണ്ടാകുന്ന സന്തോഷം അതോടൊപ്പം തന്നെ പ്രതീക്ഷയും വളരെ അധികമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം കുടുംബാംഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. എല്ലാ കുടുംബാംഗങ്ങളും വരുന്ന സമയത്ത് കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. എങ്കിലും അവർ തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തോടെ അവരുടെ മുഖം, രോഗികളുടെ കുടുംബാംഗങ്ങളുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും രോഗി എങ്ങനെയാണ്, സംതൃപ്തമായോ, മാറ്റം വന്നോ എന്നുള്ളത്. അത് ശേഷം തന്നെയുണ്ടല്ലോ വളരെ പിടിച്ചു കെട്ടി വലിഞ്ഞു കെട്ടിയൊക്കെ കൊണ്ടുവരുന്ന രോഗികൾ പോകുമ്പോഴത്തേന്, അല്ലെങ്കിൽ ചില രോഗികൾ മുടിയൊന്നും ചീവാതെ കുളിക്കാതെ, ആണുംകുട്ടികളൊക്കെ ഇങ്ങനെ നീണ്ട മുടി ജട പിടിച്ചൊക്കെ കൊണ്ടുവരുന്ന രോഗികൾ
പോയി അവർ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും അവരെ കുളിപ്പിച്ച് മുടിയൊക്കെ വെട്ടി അവരുടെ സ്വഭാവത്തിലെല്ലാം നല്ല ശാന്തമായി പുലി പോലെ വന്ന പേഷ്യൻസും മറ്റും പോകുന്ന കുഞ്ഞാട് പോലെ. അപ്പോൾ മാതാപിതാക്കൾ വന്ന് പറയും, നിങ്ങൾ ദൈവമാണ്, നിങ്ങളാണ് ഞങ്ങളെ സഹായിച്ചതെന്ന്. അങ്ങനെ ഒത്തിരി അനുഭവമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബോംബെയിൽ ഇപ്പം ജോലി ചെയ്യുന്ന IT മേഖലയിലെ വലിയ കമ്പനിയിലെ ഒരു വലിയ ജോലിക്കാരനാണ്. അവന് 30 വയസ്സേ കാണുള്ളൂ. ഒരു തിരുവനന്തപുരംകാരാണ് ബേസിക്കലി. അവന് ഏക മകൻ ഒരു കുടുംബത്തിലെ നല്ല മിടുക്കനാണ്. പക്ഷെ അവന് രോഗം വന്നപ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ച ഭക്ഷണമില്ല, കുളിയില്ല, നഖമെല്ലാം നീണ്ട് മുടിയെല്ലാം നീട്ടി, ഭക്ഷണവും കഴിക്കാതെ ഒരു 80 കിലോ ഉണ്ടായിരുന്ന പയ്യന് 45 കിലോയിൽ വന്നിരുന്നു. അപ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ റൈസ് ട്യൂബ്, മൂക്കിക്കട ട്യൂബൊക്കെ ഇട്ട് ഭക്ഷണം കൊടുത്തിരുന്നു. പിന്നീട് അവനതെല്ലാം മാറി മുടിയൊക്കെ വെട്ടി മിടുക്കനായി പോവുകയും ഇപ്പോഴും ബോംബെയിൽ ഇപ്പോഴും ജോലി ചെയ്യും IT മേഖലയിൽ. അവൻ പറഞ്ഞു 2 ലക്ഷം രൂപ അവന് മാസം കിട്ടുന്നുണ്ട്. അങ്ങനെ അത് വീട്ടുകാർ ഇന്നും അത് നന്ദിയോടെ ഓർക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ അവരുടെ ജീവിതാനുഭവങ്ങളാണ്. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഒരു പേഷ്യൻ്റ് രാവിലെ വന്നത് ബാംഗ്ലൂർ, അവൻ ജോലി ചെയ്യുന്ന IT മേഖലയിൽ. അവൻ നല്ല മിടുക്കനായ കുട്ടിയായിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേനും മദ്യപാനം തുടങ്ങി, വയലൻ്റ് നേച്ചറായി, ഉപദ്രവം, അമ്മയ്ക്ക് ഉപദ്രവം. അമ്മ ടീച്ചറാണ്. അമ്മയ്ക്ക് ഒരു ദിവസം പോലും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അമ്മ പറമ്പിൽ പോയി കിടന്നു, മരച്ചോട്ടിൽ പോയി കിടന്നു എന്നൊക്കെ കണ്ണീരോടെ പറഞ്ഞു. ഈയിടെ അത് ആ സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് അവൻ മിടുക്കനായിട്ട് റാങ്ക് മേടിച്ച് IT മേഖലയിൽ ഇപ്പം വലിയ ജോലിയാവും. ഇന്ന് പറഞ്ഞു എൻ്റെ അടുക്കൽ, ഇന്ന് നാളെ എവിടെ പോകുന്നത്, അന്യനാടുകളിലൊക്കെ വിസിറ്റിന് പോകുന്നുണ്ട്. എല്ലാ മാസവും ഒരു മാസം 1.25 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ബർമ്മയ്ക്ക് പോകും, കാനഡയ്ക്ക് പോകും, ഓസ്ട്രേലിയയ്ക്ക് പോകും. അവനെ കണ്ടാൽ ഇന്ന് യാതൊരു കുഴപ്പവുമില്ല. അവൻ വിവാഹിതനായി 2 കുട്ടികളുടെ പിതാവായി സന്തോഷത്തോടെ ജീവിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ എല്ലാ വിഷമവും മറക്കും. വീട്ടുകാർ നമ്മുടെ തന്നെ ഈ കൊച്ചാണോ അന്ന് ഇവിടെ വന്നതെന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് ചില വ്യക്തികളുടെയൊക്കെ. അപ്പോൾ അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ട് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്ന ഒട്ടനവധി രോഗികളുണ്ട് എന്നതാണ് സത്യം. അവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് ഈശോ തന്നെയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകൾ അവിടെയുണ്ട്. രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ തന്നെയല്ല, സമൂഹത്തിലുള്ളവരും ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഒരു പ്രതിസന്ധി വരുമ്പം സമൂഹത്തിലുള്ള എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ എൻ്റെ സഹപ്രവർത്തകരെല്ലാം എന്ത് നിർദ്ദേശം കൊടുത്താലും ഉടനടി ചെയ്തിരിക്കും. അയാൾക്ക് ഇന്നത് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ പറഞ്ഞു അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്ന യാതൊരു മടിയുമില്ലാതെ എന്നോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം വിജയം ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടായിരിക്കുന്നത് എന്ന സത്യം കൂടി ഞാൻ ഈ സമയത്ത് പറയുക. അപ്പോൾ അതുപോലെ തന്നെ സന്യാസ സമൂഹത്തിൽ നിന്ന് നോക്കിയാലും വളരെയേറെ അധികാരികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ജോലിയെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ഏറെ പരിഗണിക്കുന്നുണ്ട്, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ കാര്യം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് യാതൊരു കുറവുമില്ല എന്ന് പറയാം. എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാനെല്ലാം മറക്കത്തക്ക വിധം ദൈവത്തിൻ്റെ വലിയ ഇടപെടലും സംരക്ഷണവും എൻ്റെ സഭാധികാരികളും ഞങ്ങളുടെ ആതുരാലയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഓസ്റ്റോമും മറ്റെല്ലാ ഡോക്ടർമാരും ഒക്കെ ചേർന്നാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രത്യേകിച്ച് ഡീഅഡീഷനൊക്കെ രോഗികളെ കൊണ്ടുവരുമ്പോൾ രോഗികൾക്ക് വേണ്ടതായ എല്ലാ ശാരീരിക ടെസ്റ്റുകൾ, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്, അൾട്രാസൗണ്ട് എല്ലാം ചെയ്യുന്നു. കൂടാതെ അതിന് ശേഷം രോഗികൾക്ക് ശാരീരികമായി പ്രശ്നമുണ്ടെങ്കിൽ ഫിസിഷ്യൻ അതിന് വേണ്ടതായത് കൈകാര്യം ചെയ്യുന്നു. സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഉദാഹരണം ഒരു ആൾ കുടിക്കുന്നതിൻ്റെ കാരണം കുടുംബ ബന്ധം ശിഥിലമായത്, അല്ലെ ഭാര്യാഭർത്തൃബന്ധം ഉലഞ്ഞതാണെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ വർഷങ്ങളായിട്ട് അകന്നു നിൽക്കുന്ന കുടുംബങ്ങളാണെങ്കിൽ അവരെ കൗൺസിലിങ്ങിന് വിളിക്ക്, ഭാര്യയെ അകന്നു നിൽക്കുന്നവരെ വിളിച്ചു വരുത്തി കൗൺസിലിങ് കൊടുത്ത് അവരെ ചേർത്ത് വിടുന്ന അനുഭവങ്ങൾ ഏറെയുണ്ട്. വർഷങ്ങൾ 10 വർഷവും 20 വർഷവും ഒക്കെ ആയിട്ട് ബന്ധം പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ യോജിപ്പിച്ച് കൊടുക്കുന്ന ഒരു വലിയ പ്രക്രിയ, ഒരു വലിയ ശുശ്രൂഷയും കൂടി അവിടെ ഒരുമിച്ച് നടന്നു പോകുന്നുണ്ട്. പാലാ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ ചിരകാല സ്വപ്നവും ബിഷപ്പ് വലിൽ മെഡിക്കൽ സെൻ്ററിൻ്റെ രജത ജൂബിലി സ്മാരകവുമായിട്ടാണ് ഈ SHRDC ഇവിടെ സ്ഥാപിതമായത്. 2004 മെയ് 28 അഭിമന്യ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഈ സ്ഥാപനം ആശീർവാദ കർമ്മം നടത്തുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് 2004 ജൂൺ 18 തിരുഹൃദയ തിരുനാൾ ദിവസം ഇവിടം പ്രവർത്തനം ആരംഭിച്ചു. ആരംഭത്തിൽ 5 അന്തേവാസികളോടുകൂടിയാണ് ഈ സ്ഥാപനം ആരംഭിതമായത്.
ഇപ്പോൾ ഇവിടെ 60 പേരോളം സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. 12 വർഷം പൂർത്തിയാക്കിയ ഈ സ്ഥാപനത്തിൽ ഏകദേശം 450ഓളം പേർ ഇവിടെ വന്ന് ചികിത്സ തേടി സുഖം പ്രാപിച്ച് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. ഇവിടുത്തെ ഡയറക്ടറായിട്ട് മൂലമറ്റം ബിഷപ്പ് അലി മെഡിക്കൽ സെൻറ്റർ ചീഫ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ആനി സിറിയക്കാണ് ഇവിടെ വന്ന് അന്തേവാസികളുടെ ശാരീരികവും മാനസികവുമായ സുസ്ഥിതിയെക്കുറിച്ച് വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ വന്ന് രോഗികളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും പരിഗണനകളും നൽകുന്ന ഡോക്ടർ ആനിയുടെ സേവനം ഞങ്ങൾക്ക് എപ്പോഴും പ്രചോദനകരമായിട്ടാണ് ഭവിച്ചിട്ടുള്ളത്. ഇവിടെ വരിക മാത്രമല്ല, ഇവിടുത്തെ ഈ അന്തരീക്ഷത്തെയും പരിസരങ്ങളെയും എല്ലാം എങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകണമെന്നും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ആത്മീയവും ശാരീരികവും മാനസികവുമായ സുസ്ഥിതിക്ക് ആവശ്യമായ എല്ലാവിധ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ഓരോ നിമിഷവും തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൻ്റേതായ മെച്ചവും നിലവാരവും ഇവിടെയുള്ളവർക്ക് അനുഭവവേദ്യമാണ്. കൂടാതെ പുറത്തുനിന്നുള്ള പലരും ഇതിനെ ഏറെ പിന്താങ്ങുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ മാത്രമാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളത്. കൂടുതൽ പേർക്ക് ഇവിടെ സ്ഥലം കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സ്ഥലപരിമിതി മൂലം പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട്. അത്രയേറെ സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളെ ഇവിടെയുള്ളവരും ഇടവക ജനങ്ങളും പുറത്തുള്ള എല്ലാവരും ഒത്തിരിയേറെ വിലമതിക്കുന്നതായിട്ടാണ്. അതിനുള്ളൊരു അംഗീകാരമായിട്ടാണ് പല അവാർഡുകളും ഡോക്ടർ ആനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ചാരിതാർത്ഥ്യത്തോടു കൂടി മാത്രമേ, അഭിമാനത്തോടു കൂടി മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മിക്കുവാനുള്ളൂ. ഈ സേവനത്തിൻ്റെ ഇടയിൽ എന്തെല്ലാം അംഗീകാരങ്ങൾ സിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ട്? ജില്ലാ തലത്തിൽ വിമൻസ് കൗൺസിൽ എൻ്റെ പ്രവർത്തനത്തെ ഏറെ അംഗീകരിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് 2-3 പ്രാവശ്യം എനിക്ക് അവാർഡുകൾ തന്നിട്ടുണ്ട്. കൂടാതെ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും 1-2 അവാർഡുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സന്യാസ ജീവിതം നയിക്കാൻ പോകുന്ന ആൾക്കാരോട് എന്താണ് സിസ്റ്ററിനുള്ള ഉപദേശം? സന്യാസ ജീവിതം നയിക്കാൻ പോകുന്നവരോട് ഉള്ള എൻ്റെ ഉപദേശം എന്ന് പറയുന്നത്, സമർപ്പിത ജീവിതം, സന്യാസ ജീവിതം വളരെ ഏറെ ആനന്ദദായകമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഒപ്പം ഈ ശുശ്രൂഷയിലൂടെ, ഈ സമർപ്പണത്തിലൂടെ ചുരുങ്ങിയ വ്യക്തികൾക്ക് മാത്രം ശുശ്രൂഷ ചെയ്യാതെ, ഒരു വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലും വിദേശത്തുമുള്ളവർക്ക്, കേരളത്തിൽ തന്നെയല്ല, ഇന്ത്യയിൽ തന്നെയല്ല, വിദേശത്തുള്ളവർക്ക് പോലും ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ പരിമിതിയില്ല. അപ്പോൾ എന്തുമാത്രം ഏറെ വ്യാപിച്ച് കിടക്കുക, ലോകം മുഴുവനെയും രക്ഷിക്കുവാനുള്ള ഒരു ദൗത്യമുണ്ട്. അതോടൊപ്പം തന്നെ സമർപ്പണ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കർത്താവിനോട് യോജിച്ച് ചെയ്യുന്ന പ്രവർത്തനത്തിൽ എപ്പോഴും സംതൃപ്തിയുണ്ട്. അതുപോലെ തന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എത്ര ഉണ്ടായാലും സമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. പലപ്പോഴും കുടുംബജീവിതത്തിലെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇപ്പോഴും തിരഞ്ഞെടുത്താലും ഒരു സമർപ്പിതയായി മുൻപോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ സഹപ്രവർത്തകരോട്, ഓരോ ഫാമിലി പ്രശ്നവുമായി വരുന്നവരോട് കാണുമ്പം പറയും, എൻ്റെ കർത്താവെ, എത്രയോ ഭാഗ്യമായ ഒരു സിസ്റ്ററായത്, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ദിവസവും വൈകുന്നേരം എഴുന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ജീവിതം വളരെ വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എങ്കിലും ആനന്ദദായകമാണ്, സംതൃപ്തി നിറഞ്ഞതാണ്, ഏറെ നന്മ ചെയ്യാൻ കഴിയുന്നതാണ്. കർത്താവ് പറഞ്ഞു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിനെന്ന്. ഈ കരുണയുടെ വർഷം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീരാൻ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു, നിന്നിലൂടെ ഭൂമുഖത്തെ ജനം മുഴുവൻ അനുഗ്രഹീതമായി തീരും, നീ ഒരു അനുഗ്രഹമാണ്. അപ്പം അങ്ങനെ നമുക്ക് ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീരുവാനും ഏറെ മനുഷ്യർക്ക് കരുണ കൊടുക്കുവാനും സാധിക്കുന്ന ഒരു നല്ല ദൈവവിളിയാണ് സന്യാസ സമർപ്പണ വിളി. ഇത്ര തിരക്കുള്ള ഒരു ഡോക്ടറായിട്ടും ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്ററിൻ്റെ ജീവിത സമർപ്പണത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ സൈക്കാട്രി വിഭാഗത്തെക്കുറിച്ചും പറഞ്ഞു തന്നതിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു.